ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന നല്ലൊരു ഫിഷ് കറിയാണ്. ഞാൻ ഈ സാൽമൺ വെച്ചുള്ളൊരു നല്ലൊരു ഫിഷ് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 3 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകും ഒരു 1/4 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും. ഇത് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സവോള എടുത്തിരിക്കുന്ന ഒരു സവോളയാണ്, ഇഞ്ചി എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 5-6 അല്ലി, പിന്നെ പച്ചമുളക് ഒരു 3, 4 അല്ലെങ്കിൽ 5 എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മളിത് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ആദ്യം ഇട്ടാലും കുഴപ്പമില്ല കറിവേപ്പില. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കണം. ഇപ്പോൾ തക്കാളിക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ തീ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് തക്കാളി വഴറ്റിയെടുക്കാൻ. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയെടുക്കാൻ പറ്റില്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഏകദേശം എടുത്തു ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കും. ഇനി നമുക്കിതിലേക്കുള്ള പൊടി ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണ്. കാരണം മല്ലിപ്പൊടി ഒത്തിരി ചേർക്കണ്ട, നമുക്ക് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ചാറിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നത്. ഇനി നമ്മൾ ഈ പൊടികളിലെല്ലാം പച്ചമണം മാറുന്നത് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ചെറു ചൂട് നമ്മൾ തീ ചെറിയ ഫ്ലെയിമിലിട്ട് വെക്കാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്ത ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് നമ്മുടെ കുടംപുളി ഞാനൊരു 3-4 ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. അതായത് മീൻ തിളയ്ക്കുമ്പോൾ വെള്ളം ഇച്ചിരി കുറേ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 750 ഗ്രാം സാൽമൺ ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസസ് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചായിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്കിതിൽ നോക്കി നോക്കണം, അല്ല അടി പിടിക്കും. ഒത്തിരി തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിപ്പോയാൽ അത് അടിയിലൊക്കെ പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട്, ഒത്തിരി നന്നായിട്ട് എടുക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഒന്നുകൂടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം. ഞാൻ ഇച്ചിരി ഒരു പച്ച കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഒത്തിരി എന്താ പറയണ്ടേ, ഒത്തിരി സമയമൊന്നും വേണ്ട ആവാൻ വേണ്ടി. ഏകദേശം ഒരു 20-25 മിനിറ്റ് മതി ഈ മീൻ കറി ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.